പൂപ്പറമ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. വീണ്ടും ഭൂതത്താൻകെട്ടിലേക്ക് ആനയെ ആ, ആ, എന്തായാലും നാട്ടിലേക്ക് മടക്കണം. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആ, കാട്ടിലേക്ക് കയറിപ്പോൾ ആന ഭൂതത്താൻകെട്ടിൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ആ, നമ്മുടെ പുതുപ്പള്ളി സാധുവാണ് ഈ നിൽക്കുന്നത്. സാധുവിനെ മടക്കിക്കൊണ്ടുവന്ന് എബിൻ ജോസ് ആണ് നമുക്കൊപ്പം ചേരാൻ പോകുന്നത്. എബിൻ ജോസ്, യഥാർത്ഥത്തിൽ പാപ്പാന്മാർ നമ്മളോടൊക്കെ അവിടുന്ന് മാറാൻ പറയുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് വിവരങ്ങൾ? അതും കൂടി പറഞ്ഞിട്ട് താങ്കൾ മാറിക്കോളൂ. എസ്കേൻ ആനയെ അനുനയിപ്പിച്ചു, ആനയ്ക്ക് ഭക്ഷണം കൊടുത്തു. ആനയെ ഇപ്പോൾ വണ്ടിയിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് പാപ്പാന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഈ സാധു ഉൾക്കാട്ടിലേക്ക് പോയില്ല എന്ന് നേരത്തെ തന്നെ വനപാലകർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ റോഡരികിനോട് ചേർന്നായിരുന്നു സാധു നിന്നത്. പക്ഷേ അവിടെ കാടായതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കില്ലാത്ത സാഹചര്യത്തിലായിരുന്നു ആന നിന്നിരുന്നത്. ഇപ്പോൾ ആനയ്ക്ക് പഴവും അതുപോലെയുള്ള സാധനങ്ങൾ കൊടുത്ത് അനുനയിപ്പിച്ചു. ആന അനുനയിച്ച് നിൽക്കുകയാണ്. ആനയെ ഇനി ചെങ്ങലകൾ ബന്ധിച്ച് വാഹനത്തിലേക്ക് കയറ്റണം. ഏതായാലും ആകാംക്ഷയ്ക്ക് ആയിട്ട് ഇപ്പോൾ ആനയെ കണ്ടെത്തിയിരിക്കുന്നു, സാധുവിനെ കണ്ടെത്തിയിരിക്കുന്നു. സാധു ശാന്തനായി തന്നെ നിൽക്കുകയാണ്. വനപാലകർ നീണ്ട തെരച്ചിലായിരുന്നു, ഉൾക്കാട്ടിലടക്കം തെരച്ചിൽ നടത്തി. പക്ഷേ ആന ഈ ഉൾക്കാട്ടിലേക്ക് കയറിയിട്ടില്ലായിരുന്നു. ഈ ഭൂത്താൻകെട്ട് ഡാമിന്റെ പരിസരത്തുള്ള റോഡിനോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആനയെ കണ്ടെത്തി. ആന മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പാപ്പാന്മാരുടെ ആജ്ഞകൾ അനുസരിച്ചു. പഴം കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കഴിക്കുന്നുണ്ട്. അതോടെ തന്നെ വലിയ പരിക്കുകളില്ല. ഇന്നലെ രാത്രി മുഴുവൻ കാട്ടിൽ നിന്നതാണ്. അതിന്റെ ചെറിയ ക്ഷീണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും പാപ്പാന്മാരെ അടുത്തു വന്ന് പേര് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ അത് അനുനയിക്കുകയും പിന്നീട് കാലുകൾ ബന്ധിക്കുകയും ഇപ്പോൾ നിലവിൽ ലോറിയിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഈ ആനപ്പാപ്പന്മാരൊഴികെ ബാക്കി എല്ലാവരും അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് വനപാലകരടക്കം പറയുന്നുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ മാറി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മൊബൈൽ റേഞ്ച് ഒക്കെ പ്രശ്നമുള്ള മേഖലയാണ്. എങ്കിൽ പോലും ആനയെ ഇപ്പോൾ കണ്ടെത്തിയ സന്തോഷത്തിലാണ് ഉടമസ്ഥരും അതുപോലെ തന്നെ പാപ്പാന്മാരും. ആനയെ ഉടൻ തന്നെ വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. എസ്കേൻ. ഓക്കെ. എബിൻ, യഥാർത്ഥത്തിൽ ഈ ആനയ്ക്ക് പരിക്കുകൾ ഇല്ലാന്ന് പറഞ്ഞ ചെറിയ പരിക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡോക്ടേഴ്സ് പറഞ്ഞോ? ആനയ്ക്ക് നടക്കുമ്പോൾ ആനയ്ക്ക് പ്രശ്നമൊന്നുള്ളതായിട്ട് തോന്നില്ല. എസ്കേൻ, അതാണ് നമുക്ക് കാഴ്ചയിൽ വലിയ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇനിയിപ്പോൾ വിദഗ്ധമായി പരിശോധിക്കണം. ആദ്യം ആനയെ ഈ കാട്ടിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യുക. അതിനുശേഷമായിരിക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഡോക്ടേഴ്സും ഈ ആനയെ പരിശോധിക്കുക എന്ന് മനസ്സിലാക്കുന്നു. വലിയ ഗതാഗത കുരുക്കൊക്കെ ഉണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് ഈ ആനയെ പുറത്ത് മാറ്റിയതിനു ശേഷം മറ്റൊരു സ്ഥലത്ത് കൊണ്ട് തളച്ചിട്ട് ശേഷം ആയിരിക്കും പരിശോധന നടത്തുക. നിലവിൽ പ്രത്യക്ഷത്തിൽ വലിയ പരിക്കുകൾ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും ഡോക്ടേഴ്സാണ് അതിന്റെ വിശദീകരണം നൽകേണ്ടത്. അവർ പരിശോധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. അവരുടെ മേൽനോട്ടത്തിലാണ് ഈ ആനയെ കയറ്റുന്ന കാര്യങ്ങൾ നടത്തുന്നത്. ഏതായാലും ആനയെ ഇപ്പോൾ ലോറിയിലേക്ക് കയറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആനയെ ഇപ്പോൾ തന്നെ ലോറിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. ചെങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരുന്നു. ആന പാപ്പാന്മാർ പറഞ്ഞതനുസരിച്ച് ലോറിയിലേക്ക് കയറി ലോറിയിൽ കയറ്റിയിട്ടുണ്ട് ആനയെ. ആന ഉടൻ തന്നെ ആനയെ അവിടെ നിന്ന് മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആനയെ ലോറിയിലേക്ക് കയറ്റാൻ കഴിഞ്ഞു. ആന പാപ്പാൻ മധുരമൊക്കെ നൽകി ആനയെ വരുതിയിലാക്കിയിട്ടുണ്ട്. സന്തോഷകരമായ കാര്യമാണത്. കാര്യം ഈ സാധു എന്ന് പറയുന്ന ഈ ആന ഒരുപാട് ആരാധകരെ രസിച്ചിട്ടുള്ള ആനയാണ്. ഈ ആന ഇന്നലെ തെലുങ്കു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് വേളയിലാണ് ഇടഞ്ഞത്. ആന ഇടഞ്ഞു എന്ന് പറഞ്ഞാൽ ആർത്ഥത്തിലല്ല, മറ്റൊരു ആനയുമായിട്ട് ഏറ്റുമുട്ടി അവസാനം വിജയകരമായ പിന്മാറ്റം നടത്തുകയാണോ എന്നറിയില്ല, പ്രതിഷേധിച്ചാണോ എന്നറിയില്ല. കാട്ടിനുള്ളിലേക്ക് ഈ സാധു കയറിപ്പോയി. സാധു എന്ന് പറഞ്ഞാൽ സന്യാസിയുടെ സാധുവാണ്. അപ്പോൾ സന്യാസി കയറിപ്പോയി. പക്ഷേ കുറച്ചധികം തെരഞ്ഞിട്ട് രാത്രി 9 മണിയായപ്പോൾ തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് വെളുപ്പിന് വനപാലകരും മറ്റുള്ളവരും ചേർന്ന് തെരച്ചിൽ നടത്തി. ആനപ്രേമികളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം ആദ്യം കാലടികൾ കണ്ടു. അത് കഴിഞ്ഞ് ആനയെ കണ്ടെത്താൻ കഴിഞ്ഞു. ഇപ്പോൾ ആനയെ വരുതിയിലാക്കി ലോറിയിൽ കയറ്റി കൊണ്ടുപോയി കഴിഞ്ഞു. എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ്. കാരണം സാധു ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു ആനയാണ്. നമുക്കപ്പം എബിൻ ജോസ് കൂടി ചേരുന്നു. എബിൻ ജോസ്, ഇന്ന് തെലുങ്ക് സിനിമയുടെ ഷൂട്ടിംഗ് വീണ്ടും ഉണ്ടല്ലോ ഭൂത്താൻകെട്ടിൽ. ആ ഷൂട്ടിങ്ങിൽ ഇന്ന് പങ്കെടുപ്പിക്കുമോ അതോ ഇന്ന് ആനയ്ക്ക് വിശ്രമമായിരിക്കുമോ? എസ്കേൻ, ഷൂട്ടിംഗ് ഇന്നലെ തന്നെ നിർത്തിവെച്ചിരുന്നു. 6-ാം തീയതി വരെ ആയിരുന്നു ഷൂട്ടിംഗ് നിശ്ചയിച്ചിരുന്നതെന്നുള്ളതാണ് ഈ ലൊക്കേഷൻ മാനേജർ അടക്കം നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നത്തോടു കൂടി ഷൂട്ടിംഗ് ഏകദേശം നിർത്തിവെച്ചിട്ടുണ്ട്. ആനയുടെ ഭാഗങ്ങളൊക്കെ ഇന്നലെ തന്നെ എടുത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 ആനകളായിരുന്നു ഈ ലൊക്കേഷൻ ഉണ്ടായിരുന്നത്. 4 ആനകളെ ഇന്നലെ തന്നെ മടക്കി കൊണ്ടുപോയിട്ടുണ്ട്. സാധുവാണ് കാട് കയറിയത്. സാധുവിനെ ഇറക്കാൻ വേണ്ടി നീണ്ട പരിശ്രമം നടത്തി. ഇപ്പോൾ സാധുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ആനയെ മറ്റൊരു
സ്ഥലത്ത് എത്തിച്ചായിരിക്കും വിദഗ്ധമായ പരിശോധനകൾ നടത്തുക. കാരണം ഇന്നലെ ഏറ്റുമുട്ടലിൽ ചെറിയ പരിക്കേറ്റു എന്നുള്ള സൂചനകളെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഡോക്ടേഴ്സാണ് സ്ഥിരീകരിക്കേണ്ടത്. എന്നാൽ പ്രത്യക്ഷത്തിൽ അത്ര വലിയ പരിക്കുകൾ നമ്മൾ കാണുന്നില്ല. ആനയെ ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഷൂട്ടിംഗ് ഇപ്പോൾ നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി തുടരുമോ എന്നുള്ള കാര്യം ലൊക്കേഷൻ മാനേജർ അടക്കമുള്ള ആളുകളോട് ചോദിച്ചാൽ മാത്രമാണ് വ്യക്തമാവുകയുള്ളൂ. ഇന്ന് നേരത്തെ ഉണ്ടായിരുന്ന ലൊക്കേഷനിൽ ഇന്ന് ഷൂട്ടിംഗ് ഒന്നുമില്ല. ആ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് ആളുകൾ പോയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ സാധുവിനെ ഇപ്പോൾ ലോറിയിൽ കയറ്റി മാറ്റിയിട്ടുണ്ട്. സാധു പാപ്പന്മാർ പറഞ്ഞതെല്ലാം അനുസരിച്ചു, ഭക്ഷണം കഴിച്ചു. ആ രീതിയിൽ അനുനയിപ്പിച്ച് ആനയെ കൊണ്ടുപോയിട്ടുണ്ട്. ആന ശാന്തനായി തന്നെയാണ് എല്ലാത്തിനോടും പെരുമാറിയത്. ഇന്നലെ രാത്രി മുഴുവൻ കാട്ടിൽ കഴിഞ്ഞ ആനയാണ് എങ്കിൽ പോലും വലിയ അക്രമാസക്തനാവാതെ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ തന്നെ ഈ പാപ്പാന്മാർ കണ്ടെത്തിയ ഉടനെ തന്നെ വഴങ്ങുകയും അവരോട് ചേർന്ന് നിന്ന് തന്നെ പറഞ്ഞതനുസരിച്ച് വാഹനത്തിൽ കയറി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഏതായാലും സാധുവിനെ കണ്ടെത്തിയത് തന്നെയാണ് ഏറെ സന്തോഷം. കാരണം നാട്ടാനയാണ്. കാട്ടിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ഭാഗമെല്ലാം, ഈ ഭൂത്താൻകെട്ട് ഭാഗമെല്ലാം കാട്ടാനകൾ നിരന്തരം പോകുന്ന സ്ഥലങ്ങളാണ്. കാട്ടാന ശല്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ കാട്ടാനയും ഈ സാധുവിനെ ഉപദ്രവിക്കുമോ എന്നുള്ള ആശങ്കകൾ ചില ആളുകൾ പങ്കുവച്ചിരുന്നു. കാരണം കാട്ടാനയുമായി ഇണങ്ങില്ലാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാട്ടാനകൾ ഈ സാധുവിനെ ആക്രമിക്കുമോ എന്നുള്ളൊരു ഭയാശങ്കകളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലൊന്നും സംഭവിച്ചില്ല. ഇന്ന് ഏകദേശം നേരത്തെ തന്നെ പറഞ്ഞത് പോലെ തന്നെ, അതായത് വനപാലകർ നമ്മൾ രാവിലെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ആനയുടെ ഉൾക്കാട്ടിലേക്ക് പോയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ആനയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 10 മണിക്കുള്ളിൽ തന്നെ ആനയെ കണ്ടെത്താൻ പറ്റുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിരുന്നു. ആ രീതിയിൽ തന്നെ ആനയെ കണ്ടെത്താൻ പറ്റി. വലിയൊരു സെർച്ചിങ് ആയിരുന്നു ഈ തുണ്ടത്തിൽ ഫോറസ്റ്റ് റേഞ്ച് മേഖലയിൽ വനപാലകർ നടത്തിയത്. 50ഓളം വനപാലകരും അതുപോലെ തന്നെ RRT സംഘം, ആനപ്രേമി സംഘം, അങ്ങനെ എല്ലാവരും ചേർന്നൊരു തെരച്ചിൽ നടത്തുന്നു. ആനയെ കൃത്യമായി കണ്ടെത്തി ഇപ്പോൾ ആനയെ കയറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അവിടെ വെച്ച് പരിശോധനകൾ നടത്തും. ഏതെങ്കിലും തരത്തിൽ പരിക്കുകളുണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ മരുന്ന്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത്. SK വിൻ ജോസാണ് വിവരങ്ങളുമായി ഭൂത്താൻകെട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും പുതുപ്പള്ളിക്കാരൻ സാധു കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നു, ആനയെ കണ്ടെത്തി. ഭൂത്താൻകെട്ടിന് സമീപത്തു നിന്നാണ് കണ്ടെത്തിയത്. ഇന്നലെ തെലുങ്കു സിനിമയുടെ ഷൂട്ടിംഗ്. ഇപ്പോൾ ആനയെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആന ലോറി കയറാനൊന്നും വിസമ്മതം പ്രകടിപ്പിച്ചില്ല. മധുരമൊക്കെ കൊടുത്ത് ആനയെ ഇണക്കി മയക്കി ലോറിയിൽ കയറ്റി കൊണ്ടുവരികയാണ്. എന്തായാലും സാധു കാടിറങ്ങി എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്. കാര്യം ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ചിട്ടുള്ള ഈ നാട്ടാന കാട്ടിലേക്ക് കയറി പോയപ്പോൾ അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം ആനയെ കുറച്ച് മണിക്കൂറോളം കണ്ടെത്താനും കഴിഞ്ഞില്ല. ഉൾക്കാടുകളിലേക്ക് കയറിപ്പോയി ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ടെൻഷനായി. അപ്പോൾ എന്തെങ്കിലും ഇനി കണ്ടെത്താൻ കഴിയാതെ വരും എന്ന് പോലും ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആനപ്രേമികളും എല്ലാവരും അതിരാവിലെ ഇന്ന് നടത്തിയ തെരച്ചിലൂടെ ആനയെ കണ്ടെത്തി ലോറിയിൽ കയറ്റി കാടിറങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോയി. ആശ്വാസം.